വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സൺഡേ സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഷാരോണെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇപ്പം നമ്മളൊരു പാഴ്സൽ വാങ്ങും, ബിരിയാണി എങ്ങനെയും വാങ്ങും. എന്നിട്ട് അതിൽ റബ്ബറിൻ്റെ റാറ്റിനെ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇപ്പം എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അതിൽ വെച്ചിട്ട് നമ്മൾ ഷാരോണ് കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പാളിപ്പോയാലും ഇല്ലെങ്കിലും നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഷാരോൻ്റെ അടുത്ത് പറയുന്നത് നമ്മൾ വീഡിയോ എടുക്കണം, കാരണം നമ്മൾ ട്രൈ ചെയ്യുന്ന എല്ലാ ഫുഡും നമുക്ക് വീഡിയോ എടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ ട്രൈ ചെയ്യുന്ന ഓരോ റെസ്റ്റോറൻറ്റ്സിൻ്റെ റിവ്യൂ എന്നോണം ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഷാരോനെ വിളിച്ചേക്കുന്നത്. ഓക്കെ, അതും ആ പേരും പറഞ്ഞിട്ടാണ് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചേക്കണത്. അപ്പോൾ അത് കുറച്ച് വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്യാമറയൊക്കെ തൂക്കി പിടിച്ചപ്പോൾ വരും. സുന്ദരനായിട്ട് വരുന്നുണ്ടല്ലോ. ഇതെങ്ങോട്ടാ കെട്ടിയൊരുങ്ങി? ഇവിടെ അടുത്ത് വരുവാനോ? ഹലോ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സൺഡേ സ്റ്റോറീസ്. അപ്പോ ഇന്ന് എന്താണ് നമ്മുടെ വീഡിയോ? ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഇവന് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ട് അവന് മനസ്സിലാവണില്ല. അത് ഫൈനൽ എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് മനസ്സിലാവുക ഇതെന്താണ് സംഭവം. പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് ഒരു എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായ കണ്ടന്റ്. ലൈക്ക് നമ്മളപ്പോ കണ്ടന്റിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമായി. അതെന്തോ ഫുഡ് റിലേറ്റഡ് ആണ്, അതെനിക്ക് ഇഷ്ടമായി. അപ്പോൾ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മാഞ്ചസ്റ്ററിലുള്ള ഒരു 5 കേരള റെസ്റ്റോറൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നമ്മൾ ഏറ്റവും മീൻസ് എല്ലാവരും നമ്മൾ ഫുഡ് ട്രൈ ചെയ്യും. അത് ഒരു ദിവസമല്ല, സെയിം പല ഫുഡുകളായാലും കുഴപ്പമില്ല. ഓക്കെ, പല ഫുഡുകളായാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഈ ഫുഡ് ട്രൈ ചെയ്യണ ഈ പല ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മൾ ഫുഡ് ട്രൈ ചെയ്യണുണ്ടാവുക. അപ്പം ഞങ്ങളിത് ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് നമ്മൾ അവസാനം എല്ലാം കൂടി ജോയിൻ ചെയ്യും. അതെ, ഏറ്റവും ബെസ്റ്റ് സർവീസ്, ബെസ്റ്റ് ക്ലെൻലിനെസ്, അതുപോലെ തന്നെ ബെസ്റ്റ് ഫുഡ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റ്സിൻ്റെ പേര് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തന്നെ മാത്രമേ നമ്മൾ മെൻഷൻ ചെയ്യുള്ളൂ, അല്ലാതെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നല്ല നല്ല ഫുഡുകൾ കഴിക്കാം. Okay, so here we go. Okay. Finally നമ്മൾ സാധനമായി. അപ്പോൾ ആദ്യത്തെ ഫുഡ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറയില്ല. അത് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ മെൻഷൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പാക്കിങ് വന്നേക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് പപ്പടമുണ്ട്, പിന്നെ സാലഡുണ്ട്. പിന്നെ ഇങ്ങനെ നല്ലൊരു പാക്കിങ്ങിലാണ് ഇത് വന്നേക്കുന്നത്. അതെ, ക്വാണ്ടിറ്റി അത്യാവശ്യമുണ്ട്. ക്ലെൻലിനെസ് പ്ലസ് സർവീസിനൊക്കെ കുറിച്ച് നമ്മൾ പിന്നീട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഷെയർ ചെയ്യാമല്ലേ, അല്ലെങ്കിൽ രണ്ടും ഒരു പ്ലേറ്റ് തന്നെ ഫുൾ ഇട്ടാൽ. ബിരിയാണിയാണ് ആദ്യം സെലക്ട് ചെയ്ത മലയാളി സ്റ്റോർ. ഭംഗിയിലേക്ക് ഇടുന്ന തന്നെ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഫുള്ള് വേണ്ട, കുറച്ചിട്ടാൽ മതി. ഫുള്ള് കഴിച്ചില്ലെങ്കിലോ കാണാൻ നല്ല ലുക്കുണ്ട്. നമ്മൾ രണ്ടുപേരും ട്രൈ ചെയ്യണം. വീഡിയോയുടെ ID എനിക്ക് ഇപ്പോഴും കിട്ടിയില്ല. അതാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത്രപ്പാട് കളിക്കുന്നത്. ഫുഡ് റിവ്യൂ ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. 5 സ്റ്റോർ നീ സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചു നോക്കി ട്രൈ ചെയ്യുന്നു. അപ്പൊ ആദ്യം 2 ഫോണാണ്. അപ്പൊ ബിരിയാണി ട്രൈ ചെയ്യാണ്. പപ്പടം ഭയങ്കര സൂപ്പർ ബിരിയാണിയാ. നല്ല ബിരിയാണിയാ. നീ ട്രൈ ചെയ്യേ. ബിരിയാണി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത 5 മലയാളി റെസ്റ്റോറൻറ്റ്സിലെ മാഞ്ചസ്റ്ററിലെ മലയാളി റെസ്റ്റോറൻറ്റിലെ ഫസ്റ്റ് ബിരിയാണി ട്രൈ ചെയ്യണേ.
ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു എന്താണ് എന്തൊരു പ്രശ്നം എന്താ ആ വീടിന് അടുത്തായിട്ടുള്ള സ്റ്റോർ ഇതായതുകൊണ്ട് ആദ്യം ഇവിടുന്ന് ട്രൈ ചെയ്തു. വലിയ യൂട്യൂബർ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഞാൻ കളിയാക്കി തുടങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല കേട്ടോ. കേട്ടോ, മൊത്തത്തിൽ കളിയാക്കും ഞാൻ. ഷാരോൺ കളിപ്പിനാണ് അത് നിനക്ക് ലജ്ജ കിട്ടിയിട്ടുണ്ടല്ലോ. ക്വാണ്ടിറ്റി വൈസ് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഈ വീഡിയോ ഞാൻ ഇട്ടില്ല, ഇതെന്റെ ഉറപ്പാ. വേണങ്ങള് വീഡിയോ ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. നല്ല സൂപ്പറാണോ? ഒരെണ്ണം അതിൻ്റെ മേലെ വേറെ കിട്ടണം. നമുക്കിത് കഴിഞ്ഞിട്ട് വേറെ എന്താണ് പ്ലാൻ? ഇതെന്താണ് റിപ്പോർട്ട് ചെയ്യണത്? ബിരിയാണി കിട്ടി തുപ്പല്ല നീ പാണ്ടാറടങ്ങാൻ. മതി മതി ഡാ എന്റെ ദൈവമേ, എന്നാലും എന്നിട്ടാലേ അങ്ങനെ ഫൈനലി നമ്മുടെ പ്രാങ്ക് സക്സസ് ആയിരിക്കുകയാണ് guys. നമ്മുടെ പ്രാങ്ക് സക്സസ് ആയിരിക്കുകയാണ്. ഇത് റബ്ബർ എലിയാണ്. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എന്റെ അമ്മേ, ഓ ഒരു കണക്കിന് മാറി ഞാനിവിടെ തുപ്പിട്ടു. ഇവിടെ ഒന്ന് വരൂ. ആ തിരുമോന്തോന്ന് കണ്ടിട്ട് ഞാൻ ഛർദിച്ചടി. ആണോ? ശരിക്കും ഛർദിച്ചാ? എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഇതുവരെ നിനക്കൊരു ഡൗട്ട് തോന്നാണ്ട് ഞാൻ അതീവ ബുദ്ധിപരമായി കരിക്കള് നീങ്ങി. ഇതായിരുന്നു സത്യത്തിൽ ഛർദിച്ചു. തെറി പറയേണ്ട ഒരു അവസ്ഥയായിരുന്നു. എന്റെ ദൈവമേ, ഇതായിരുന്നു സത്യത്തിൽ നമ്മുടെ വീഡിയോ. നമ്മുടെ മെയിൻ ഇൻട്രോ ഒക്കെ നമ്മൾ ഓൾറെഡി ഫോണിൽ എടുത്തായിരുന്നു. ആൻഡ് മൈ ഡിയർ ഷാരോറ was pranked successfully. ഞാൻ ആ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാലേ, ഞാൻ ഈ സാധനം അവിടെ കാണിക്കണല്ലോ, അവിടെ തെളിവ് കാണിക്കണല്ലോ. ഞാൻ യവന്മാരെ വിളിച്ച് തെറി പറയാം, പോയി തല്ലുണ്ടാക്കാം. അപ്പൊ അതിന് തെളിവിന് വേണ്ടിട്ടാ ഞാൻ ഈ വീഡിയോ എടുക്കണേ. ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മാരിത് ഇതെവിടെ നിന്ന് മേടിച്ചത്? ഇത് ഞാൻ എൻ്റെ ടേണാന്ന് പറഞ്ഞിരുന്നില്ല കണ്ടന്റ് ഉണ്ടാക്കണത്. ഇത് നമുക്കിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസിലേക്ക് ഡെലിവറി വെച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ഓർഡർ ചെയ്തതാണ്. ഞാനായിട്ട് ഓർഡർ ചെയ്തതിന് ഷാരോൺ അറിയും. ഓ, കഴിഞ്ഞ പ്രാവശ്യം എന്റെ നീ ഇനി കണ്ടന്റ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞപ്പോ കണ്ടുപിടിച്ചാണ്.
എല്ലാവരും ഭയങ്കരമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവിടേക്കാണ് ഡെലിവറി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെയുള്ള എല്ലാവരും ഞങ്ങൾ മാക്സിമം പേടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ തന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചതെന്നുള്ളത്. അപ്പോൾ അവരെല്ലാവരും നിൻ്റെ അടുത്ത് പാവം ഷാരോട്ട് പ്രാങ്ക് കൊളായാലും കൊളായില്ലെങ്കിൽ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു സത്യത്തിന്റെ വീഡിയോ. ഞാൻ കഴിക്കാമോ? ഉറപ്പാണോ? ഇത് കഴിക്കാൻ ഉറപ്പാണോ എനിക്ക് ഫുഡ്? സോറി, ഞാൻ ഈ ഹോട്ടലിനെ ചെറുതായിട്ടൊന്നും മനസ്സില് അതാണ് ഹോട്ടലിന്റെ പേരൊന്നും പറയണ്ടെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ വീഡിയോയില് ഹോട്ടലിന്റെ പേര് മുഴുവൻ ഞങ്ങൾ കട്ട് ചെയ്ത് കളയും. കാരണം ആ പാവങ്ങൾക്ക് ഇതിലൊരു പ്രശ്നമില്ല. ഇവളാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. എന്നാലും സിമ്പിളായി നടക്കുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ലേ. ഇതൊന്നും മാറിക്കിട്ടണ്ടേ. എനിക്ക് സാധനം വാങ്ങിച്ചു. മോൻ എന്റെ കൂടെ ഉണ്ടല്ലോ. ഇതിന്റെ വാലിങ്ങനെ പുറത്തേക്ക് ഇരിക്കുകയാണ് റൈസില്. അപ്പൊ ഞാൻ വിചാരിച്ചു ബിരിയാണിയിൽ മറ്റേ ഇതല്ലേ, എന്താ പറയാ, മറ്റേ മുളകില്ലേ? മുളകല്ല, സവാള വറുത്തത്. അല്ലടി, ഒരു മുളകില്ലേ നമ്മള് കഴിക്കണത് സദ്യക്കൊക്കെ വെക്കണത്, കൊണ്ടാട്ട മുളക്. എന്താ ബിരിയാണിക്കകത്ത് കൊണ്ടാട്ട മുളക് വന്ന് വെച്ചത് പിടിച്ച് മരിച്ച പേനോ. എത്ര റേറ്റിംഗ് തരുന്നുണ്ട് എനിക്ക് പ്രാങ്ക്? എനിക്ക് സക്സസ് ആവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം നിന്നെ ഹൈഡ് ചെയ്തിട്ട് എനിക്ക് എലീന വെക്കണല്ലോ. അതാണ് ഞാൻ വേഗം അതെടുത്ത് വെക്കുന്നു, ഇതെടുത്ത് വെക്കുന്നതായിട്ട് കാണിക്കുന്നു. മോൻ അങ്ങോട്ട് ക്യാമറ എടുക്കാൻ പോയി തക്കത്തിൽ വേഗം എലീന എടുക്കുന്നു. ഇതൊക്കെയായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രാങ്ക് സക്സസ് ആയി. നമ്മുടെ അല്ല, ഇവളുടെ പ്രാങ്ക്. ഇവളെന്നെ പ്രാങ്കി. പക്ഷെ എനിക്ക് ഞങ്ങളിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു ഇപ്പൊ ചിരിച്ചാണ് നമുക്ക് ഇതിന്റെ ഒരു ക്ലൈമാക്സ് എടുക്കാൻ തന്നെ ഒരു ഇത് വന്നത്. എന്റെ പൊന്നെ, ആലോചിക്കാൻ വയ്യ. ഇപ്പൊ വീഡിയോ കാണുമ്പോ നല്ല രസമുണ്ട്. എനിക്ക് തോന്നിയത് എലീന ആദ്യം കണ്ടപ്പോ കറക്റ്റ് ഞാനിങ്ങനെ വിചാരിക്കണ, ദൈവമേ, ഒരു ബിരിയാണി വെച്ചപ്പോ ഈ എലി ഇതില് പെട്ട് ഇതിങ്ങനെ ഫ്രൈ ആയി ബിരിയാണിയുടെ ഉള്ളിലിരുന്ന അതാണ് ഞാൻ കഴിച്ചത്. അയ്യോ, എനിക്ക് പക്ഷെ ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന്റെ ഇടയിൽ ഞങ്ങൾ തല്ലിട്ടു, വീഡിയോ വേണ്ടാന്നാക്കി. പക്ഷെ വീഡിയോ സ്റ്റിൽ റെക്കോർഡിംഗ് ആയിരുന്നു. ഇവിടെ ഇരുന്നിട്ടേ ചിരിയോട് ചിരി. ഞാനിങ്ങനെ റിവ്യൂ പറയണതിന്റെ ഇടയിൽ ഇരുന്ന് ചിരിയോട് ചിരി. അപ്പൊ ഞാൻ വിചാരിക്കണത് ഞാൻ സംസാരിക്കണതിന് കളിയാക്കി ചിരിക്കണതാന്നാ. അങ്ങനെ ഞാനപ്പോ പറഞ്ഞു ഞാനിനി ഈ വീഡിയോ ഇടില്ല, അതൊക്കെ അതിൽ കാണിക്കണ്ട്. അത് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് കറക്റ്റ് ഈ സാധനം കിട്ടിയത്. കുഴപ്പമില്ല, തിരിച്ചു പണി തരാം. പക്ഷെ പണി തന്നാലും എനിക്ക് അറിയാൻ പറ്റും. എനിക്ക് ഷാറിനെ പ്രാങ്ക് ചെയ്യാനായിട്ട് കഴിവ് കുറച്ച് കുറവാണ്. പക്ഷെ ഞാനിത് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് ഈ വീഡിയോ കണ്ട് എനിക്ക് സങ്കടമായിട്ടാ. കാരണം ഞാൻ പിന്നെ വിചാരിച്ച് വീഡിയോ ഇടണമെന്ന്. എനിക്കെന്തോ എന്താ പറയാ, ഒന്നും അറിയാണ്ടിരുന്ന് ഞാൻ ചതിച്ച പോലെ ഒരു ഫീലായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞു. അന്നത്തെ ഡേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഷാരോൺ അങ്ങനെ വൊമിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വന്നു, അത് ഒറിജിനലായിട്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ഇച്ചിരി വിഷമമായി. എന്തായാലും ഓക്കെ, ഇനിയിപ്പോ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്. See you on next video. Sunday. Bye.